ഇന്നീ മുന്തിരിയിൽ പഴുത്ത് നിൽക്കുന്നതെല്ലാം അങ്ങ് പറിച്ചെടുക്കാൻ പോവുകയാണേ. ഇതുവരെ എലികളോ കിളികളോ ഒന്നും കാണാത്തതുകൊണ്ട് എല്ലാം പഴുത്ത് വരുന്നുണ്ട്. എല്ലാം ഒന്നും ഒരുപോലെ പഴുത്തിട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതെന്തായാലും നമുക്കിവിടെ നടക്കില്ലെന്ന് മനസ്സിലായി. നെറ്റിനുള്ളിൽ ഓരോന്നിങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ഇതിപ്പം നോമ്പ് കാലമല്ലേ, അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ പിടിച്ച മുന്തിരി വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെന്താണല്ലേ. അങ്ങനെ നന്നായിട്ട് പഴുത്തിട്ടുള്ള മുന്തിരി എല്ലാം അങ്ങ് പറിച്ചെടുത്തു. ബാക്കിയുള്ള മുന്തിരിയെല്ലാം ഇനിയും കുറേ കൂടി പഴുക്കാനുണ്ട്. അതുകൊണ്ട് ഞാനതൊന്നും പറിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇടണ്ട, വെറുതെ വെള്ളത്തിലിട്ടങ്ങ് കഴുകിയാൽ മതി. ഇനി ഇതിൽ നിന്ന് പച്ചയായിട്ടുള്ള മുന്തിരി അങ്ങ് മാറ്റിയതിന് ശേഷം പഴുത്തത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് അടർത്തിയിടാം. എന്നിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് മുന്തിരി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് 2-3 സെക്കൻഡ് മാത്രം ഒന്നങ്ങ് അടിച്ചെടുത്താൽ മതി. കൂടുതൽ അടിച്ചെടുത്താൽ അരി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു അരി പോലും പൊട്ടിയിട്ടില്ല. അരിച്ചെടുത്ത ജ്യൂസിൽ ആവശ്യത്തിന് വെള്ളവും മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാരയും കൂടി ചേർത്തെടുക്കാം. ഈ ജ്യൂസിൽ നാരങ്ങ നീരോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രഷ് മുന്തിരിയുടെ ആ ഒരു മണമൊക്കെ ആയിരുന്നു കേട്ടോ ഇതിന്.